കണ്ണാടി ചില്ല് പോലത്തെ വെള്ളം കണ്ടില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ തന്നെ. നമ്മൾ ആ തായ്വാരത്തിലെ കല്ലുകളും ഒക്കെ നമുക്ക് നാച്ചുറലായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് എവിടെ വെള്ളത്തിൽ ഈ വെള്ളക്കെട്ടിൽ പോവുകയാണെങ്കിലും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് പോകുമ്പോൾ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന സമയത്ത്, മഴയില്ലാതെ വെയിലൊക്കെ ഉള്ള സമയത്ത് വെള്ളത്തിൻ്റെ അന്തരീക്ഷം ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വരാൻ. ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ മുന്നായിട്ട് നമ്മൾ പറയാം. ഇപ്പോൾ കണ്ടില്ല, ആൾക്കാർക്ക് സമാധാനമായിട്ട് ഇറങ്ങാം. എന്ത് അർജൻറ്റ് ഉണ്ടെങ്കിലും നമുക്ക് കയറി രക്ഷപ്പെടാനുള്ളൊരു സമയം ഇപ്പം ഉണ്ട്. അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ലൊക്കേഷൻ കേൾക്കണ്ടെങ്കിൽ നമ്മുടെ ചോക്കാട് TK കോളനിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. TK കോളനി സംഭവം ഭയങ്കര വൈറലായ സ്ഥലമാണ്. ചോക്കാട് TK കോളനി എന്ന് പറയുന്നുണ്ട്, പൂക്കോടുംപാടം TK കോളനി എന്ന് പറയുന്നത്. രണ്ട് പേരും ഇത് അറിയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് വൈറലായിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാത്ത ആൾക്കാരല്ല, തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്ന് വരെ ചെക്കന്മാർ ഇവിടുന്ന് ഇൻസ്റ്റയിൽ റീലുണ്ടായിരുന്നു ഇങ്ങോട്ട് എത്തിപ്പെട്ടിരിക്കുന്നത്. ആ ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വെള്ളം അടിപൊളി വെള്ളമാണ്. പക്ഷേ ഇന്നലെയൊക്കെ ഇവിടെ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന പാലുണ്ടല്ലോ, ഇത് ഇങ്ങോട്ട് മറിഞ്ഞാണ്ടാണ് വെള്ളം വന്നിരുന്നത്. പക്ഷേ ഇന്ന് അത്ര വെള്ളമല്ല. അതുകൊണ്ട് തന്നെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഇവിടെ കുളിക്കണം. താഴത്തൊക്കെ ഉണ്ട്, ഇവിടെ നോക്കിയാൽ കാണാൻ അറിയില്ല, താഴത്ത് ഫാമിലീസും കാര്യങ്ങളൊക്കെ കുളിക്കുന്നുണ്ട്. ചെക്കന്മാരുണ്ട്, നാട്ടുകാരുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പാലുണ്ടായിരുന്നു ഇവിടെ. ഇതിൻ്റെ മേലെ കൂടെ എങ്ങനെ ഇത് തകർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ലെവലിലായിട്ടുള്ളത്. പഴയ കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ സംഭവം കണ്ടില്ലേ. ഇപ്പോഴും അതിനൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല. ആ മറ്റേ പാലത്തിന് ചാരിയാണ്ട് ചെറിയൊരു എന്താ പറയാ ചെറിയൊരു അരിച്ചാലോ കനാലോ കനാല് ഒരു കനാല് ആണുള്ളത്. വെള്ളം ഒന്നായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാടത്തേക്ക് തിരിക്കുന്ന ഭാഗമാണത്. കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്തിട്ട് അന്ന് സെറ്റാക്കിയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ആ ഗ്യാപ്പിലൂടെ നമ്മൾ ഒഴുകി പോണ വീഡിയോ, അതിലൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവം അതിൽ ഒളിച്ചിരിപ്പുണ്ട്. അതായത് നമ്മൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ കാണാം, കമ്പികളൊക്കെ കാണാം. ഫുള്ള് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ കമ്പികൾ ഇടുമല്ലോ, കമ്പികളൊക്കെ പൊന്തി മേലക്കായി നിൽക്കുന്നത്. നമ്മൾ അതിൽ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. അവിടെ മാത്രമല്ല, ഇവിടെ തന്നെ എത്ര ഭാഗത്ത് കമ്പികളാണ്. ഓരോ മഴക്കാലം കഴിയുന്തോറും ഈ ഇതിലുള്ള മെറ്റലിന്റെ സിമെന്റിന്റെ ഒക്കെ അവശിഷ്ടം പോയാണ് കമ്പികൾ പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിലൂടെ ഉതിർന്നു പോകുമ്പോൾ നമ്മളെ മേത്ത് കൂടെ ആകെ മുറിയേക്കാണ്. അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആണ് അതിൽക്കൂടെ വരിക്ക് ഇങ്ങനെ പോവാറ്. ആ കനാലിൽ കൂടെ എല്ലാവരും ബാക്കിൽ നിന്നിങ്ങനെ വരിക്ക് ഇങ്ങനെ പോവുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ വെള്ളത്തിൻ്റെ ഈ തെളിയും കളറും ഇവിടുത്തെ ആംബിയൻസും. ഇവിടെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമ്മളിവിടെ വലിയ ആയൊന്നുമില്ല എന്നിങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടാവും. ഒരാളെ മേലെ ആയുള്ള ഭാഗമാണ് ഈ കാണുന്ന ഭാഗമൊക്കെ. ഈ ഏരിയ നല്ല ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ ഈ വെള്ളം ചേർന്നാക്കണേ ഈ പക്കിലകപ്പെട്ടാണ്ട് ഈ നാട്ടുകാരനാണ് ഒരാൾ മരിച്ചത്. നീന്താൻ അറിയാത്ത ആളോ ഈ പുഴനെ പരിചയമില്ലാത്ത ഒരാളൊന്നുമല്ല, എല്ലാ എക്സ്പീരിയൻസും ഉള്ള ആളാണ് ഇവിടെ കുടുങ്ങി മരിച്ചത്. അപ്പം അങ്ങനത്തെ ഡേഞ്ചറുകളുണ്ട് ഇവിടെ. ഈ പാലത്തിൻ്റെ ഈ ഇടയിൽ മറ്റേ ഒരു വിള്ളൽ, മറ്റേ ഒരു ഗ്യാപ്പ് വന്നിട്ട് അതിൽക്കൂടെയാണ് ഈ വെള്ളം വരുന്നത്. കണ്ടോ ഈ ഒഴുക്ക് ഇതുണ്ടോ, ഈ വെള്ളം ഫുള്ള് അതിൽക്കൂടെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് കുടുങ്ങിയിട്ട് ആളെ എടുക്കാൻ കഴിഞ്ഞില്ല. വെള്ളം ഒന്നും അധികമല്ലേനും, പക്ഷേ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പോരാനും കഴിഞ്ഞില്ല. അങ്ങനെ ഭയങ്കര ദയനീയ ഒരു മരണം സംഭവിച്ച ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ സ്കൂളൊക്കെ തുറന്നു, ആ ഗ്യാപ്പും പേരും പറഞ്ഞാണ്ട് വെള്ളത്തേക്കൊക്കെ വരാതിരിക്കുക. ഒഴിവ് സമയങ്ങളിൽ വരുമ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ട് വരിക. അത് സ്കൂൾക്ക് വിട്ടിരിക്കണമെന്നില്ല, സമാധാനത്തിൽ രക്ഷിതാക്കളെ ഇരിക്കുകയും ചെയ്യും. പിന്നീട് സ്കൂളിൽ എത്തിയിട്ടുണ്ടാവില്ല. സ്കൂളൊക്കെ കട്ടാക്കിയാണ്ട് ഇതേപോലെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടെ മക്കൾ പോയിന്ന് അറിയാനും കഴിയൂല. അപ്പോൾ വരുന്ന സമയം വീട്ടിൽ അറിയിച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ കൂടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പാണെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ട് പോരാ, ഞാൻ ഇന്നിങ്ങനെ TK കോളനിക്കാണ് പോണത്, ഏത് വെള്ളച്ചാട്ടത്തിൽ പോവാണെങ്കിലും എവിടേക്ക് പോവാണെങ്കിലും പറഞ്ഞിട്ട് പോവാ. ഇനി വിട്ടാലും ഇല്ലെങ്കിലും പറയാം, എന്നാൽ അവിടെ നോക്കിയാൽ മതിയല്ലോ. ഈ പ്രപഞ്ചം നമുക്ക് ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. നമ്മളെല്ലായിടത്തും പോകണം, വരണം, കാണണം, ആസ്വദിക്കണം. അപ്പോൾ ബി കെയർഫുൾ.